ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. സത്യം പറയടി, നീ മായാവതിയല്ലേ? പെട്ടെന്ന് അടി കൊണ്ടതിന്റെ ആഘാതത്തിൽ മന്ദാകിനി ഒന്ന് കിറങ്ങി. ഒന്നും മിണ്ടാതെ മന്ദാകിനി നേരെ അവരുടെ റൂമിലേക്ക് പോയി. വർഷയുടെ അമ്മ മായാവതിയുടെ അല്ലേ ചേച്ചി? ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. മന്ദാകിനിയുടെ കരണത്തടിച്ചത് കണ്ട വർഷ പെട്ടെന്ന് ജാസ്മിനോട് പൊട്ടിത്തെറിച്ചു. എന്തിനാ ദീദി എന്റെ വല്യമ്മയെ തല്ലിയത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അവർ അമ്മായിയും മരുമകളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതിനിടയിൽ കയറി ഒരു പുറത്തു നിന്നുള്ള മൂന്നാമത്തെയാൾ എന്റെ വല്യമ്മയെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഓരോന്ന് കണ്ടും കേട്ടും മടുത്തു. ഇനി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. അഭിഷേക്, നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറണം. ഞാൻ പലതവണ പറയണമെന്ന് കരുതിയതാ. എപ്പോഴെങ്കിലും അഭിഷേകിന്റെ മുന്നിൽ തെളിവോടെ കാണിക്കണമെന്ന് കരുതിയ ഇത്രയും നാളും ഞാൻ മിണ്ടാതെ ഇരുന്നത്. വയ്യ, എനിക്കിനി പറ്റില്ല. സത്യം പറയാലോ, കഴിഞ്ഞ 5 വർഷം എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇളയമ്മ തിരിച്ചു വന്നതോടെ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങി. എൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ പ്രശ്നക്കാരാ ഇവർക്കെല്ലാം. ഇതൊക്കെ ഞാൻ പലതവണ കേട്ടിട്ട് അഭിഷേകിനോട് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ കുടുംബക്കാരുടെ പ്രശ്നമാണെന്ന് അഭിഷേകും എന്നെ മുദ്ര കുത്തിയിട്ടേ ഉള്ളൂ. എന്നാ എനിക്കിനി പറ്റില്ല അഭിഷേക്. ഇത്രയും നാള് ഞാൻ പറഞ്ഞതുപോലെ അല്ല ഇത്. അഭിഷേകിന് ഇനി എന്നെയും കുഞ്ഞിനെയും വേണോ അതോ ഇവിടെയുള്ളവരെ വേണോ എന്ന് ഇന്ന് തീരുമാനിക്കണം. ഇത്രയും പറഞ്ഞ് വർഷ വർണ്ണമോളയും എടുത്ത് നേരെ റൂമിലേക്ക് പോയി. അഭിഷേക് അന്നേരം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ മോനെ അഭിഷേക്, ഞാൻ... വേണ്ട ദീദി, ദീദി ഒന്നും പറയണ്ട. വർഷ എപ്പോഴും ഈ കാര്യം പറഞ്ഞ് എന്നോട് വഴക്കിടുമ്പോഴെല്ലാം ഞാൻ അവളെ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ദീദി, ഞാൻ ദീദിയെ മാത്രം കുറ്റം പറയുന്നതല്ല. എന്നാലും എപ്പോഴും അവളുടെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ളവർ അവളെ വിഷമിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. അതേ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഏട്ടത്തിയും വന്നത്? ഏട്ടത്തിയെ വളർത്തിയത് മായാവതി ആൻറ്റി തന്നെയല്ലേ? ഏട്ടത്തി ആരും മായാവതി ആൻറ്റിയുടെ പേരും മന്ദാകിനി ആൻറ്റിയുടെ പേരെന്നും പറഞ്ഞ് കളിയാക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഇതിത്തിരി കടന്നുപോയി. ഒരിക്കൽ പോലും ഞാൻ വർഷയുടെ കൂടെ നിന്നിട്ടില്ല. എന്നും ഈ വീട്ടുകാർക്കൊപ്പമാ ഞാൻ നിന്നിട്ടുള്ളത്. ഇന്ന് അവൾ പറഞ്ഞതിലും ന്യായമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് അവളുടെ കൂടെ നിന്നേ പറ്റൂ. ഇത്രയും പറഞ്ഞ് അഭിഷേക് ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി. വർഷേ, ഞാൻ നിന്റെ കൂടെയാ. എനിക്ക് നീയും കുഞ്ഞും തന്നെയാണ് ഏറ്റവും വലുത്. എന്നും ഞാൻ എൻ്റെ വീട്ടുകാർക്കൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ നിന്റെ ഒപ്പം നിൽക്കുകയാണ്. വർഷ അന്നേരം അഭിഷേകിനെ കെട്ടിപ്പിടിച്ചു. അഭിഷേക്, എത്രയെന്ന് വിചാരിച്ച ഞാൻ ക്ഷമിക്കുന്നത്? ആരെന്ത് ചെയ്താലും വർഷയുടെ വീട്ടുകാർ എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? വർഷേ, ഇന്നൊരു ദിവസം കൂടി നീ ക്ഷമിക്ക്. നാളെ രാവിലെ തന്നെ നമുക്ക് പോകാം. അന്ന് അർദ്ധരാത്രിയായി. ഊർമിളയും ജാസ്മിനും സംസാരിക്കുകയാണ്. ജാസ്മിൻ, നീ കണ്ടല്ലോ, ഇതാ ഇവിടുത്തെ പ്രശ്നം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മനസ്സിലായി ഊർമി, എല്ലാം മനസ്സിലായി. നീ പേടിക്കണ്ട. മായാവതിയെ പൊളിച്ചെടുക്കാനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ നാളെ രാവിലെ അഭിഷേക് വർഷയും കൂട്ടി ഇവിടെ നിന്ന് പോവും. നമ്മൾ എന്താ ചെയ്യുക ജാസ്മിൻ? ഊർമി, ഞാൻ പറയുന്നത് നീ കേക്ക്. അത് മന്ദാകിനിയല്ല, മായാവതിയാ. ആ വിഷയം സംസാരിക്കാൻ ഞാനില്ല ജാസ്മിൻ. എല്ലാത്തിനും ഞാൻ വഴിയുണ്ടാക്കാം. അല്ല ഊർമി, എൻ്റെ മോനെവിടെ? എൻ്റെ പൊന്ന് ജാസ്മിൻ, പതുക്കെ. നിനക്കറിയാലോ, ചുമരുകൾക്ക് പോലും ചെവികളുള്ള വീടായത്. ആരെങ്കിലും കേട്ടാൽ പിന്നെ ദേശായി വീട് തകരും. ഇത്രയും പറഞ്ഞ് ഊർമിള അവിടെ നിന്നും പോയി. അന്നത്തെ ആ രാത്രി ജാസ്മിൻ എന്തൊക്കെയോ തിരയുകയായിരുന്നു. നേരം വെളുത്തു. അതിരാവിലെ തന്നെ മുത്തശ്ശിയും ജാസ്മിനും ഒക്കെ ഗൗരവത്തോടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ജോലിക്ക് പോകാനായി റെഡിയായി ഇറങ്ങി വന്നു. അല്ല അർജുൻ, അഭിഷേക് വരുന്നില്ലേ? അത് മുത്തശ്ശി, അഭിഷേകിനി നമ്മുടെ കമ്പനിയിൽ തുടരുന്നില്ലെന്നാ പറയുന്നേ. തുടരുന്നില്ലെന്നോ? അവനെ ഇങ്ങോട്ട് വിളിക്ക്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. മുത്തശ്ശി, അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടെ നിന്നും മാറി താമസിക്കാൻ പോവുകയാണെന്നാ പറയുന്നത്. മാറി താമസിക്കാനൊക്കെ വരട്ടെ, എല്ലാം നല്ല കാര്യം തന്നെയാ. പക്ഷേ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് പോരെ മാറി താമസിക്കുന്നതൊക്കെ? എന്ത് കല്ലും നെല്ലും തിരിയാനാ? ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടി മാറി താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. എടാ, നീ എന്തൊക്കെയാ അഭിഷേക് പറയുന്നത്? ഏട്ടൻ ഇതിൽ ഇടപെടണ്ട. വർഷ എപ്പോഴും എന്നോട് പറയുന്നത് ഞാൻ ഏട്ടൻ്റെ വാലിൻ തുമ്പിലാണ് നടക്കുന്നതെന്നാണ്. ആയിരിക്കാം, പക്ഷേ ഇന്നെങ്കിലും അതങ്ങനെയല്ലെന്ന് ഒരു തവണ എനിക്ക് അവളോട് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല, ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടെന്ന് പറയാൻ ഏട്ടനെന്ത് യോഗ്യതയുള്ളത്?
പണ്ട് ഏട്ടത്തി ഇതുപോലെ മാറി താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തിയും കൂട്ടി തമിഴ്നാട്ടിലേക്ക് ഏട്ടൻ പോയില്ലേ? അതുകൊണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ അവളെയും ഞാൻ ബഹുമാനിക്കുന്നു. ആ തീരുമാനത്തെ ഞാൻ യോജിക്കുന്നു. അങ്ങനെ കരുതിയാൽ മതി ഇവിടെയുള്ളവർ. അന്നേരം മന്ദാകിനിയും വർഷയും അങ്ങോട്ട് ഇറങ്ങി വന്നു. തൊട്ടു പിന്നാലെ വീട്ടുകാരെല്ലാവരും ഹാളിലെത്തി. ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക് ബേട്ട അഭിഷേക്. ജാസ്മിൻ അവിടെ നിൽക്കുന്നത് കണ്ടതും പെട്ടെന്ന് മന്ദാകിനി ജാസ്മിനെ ഒന്ന് രൂക്ഷമായി നോക്കി. എന്താ മായാവതി എന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നത്? ഗുജറാത്തിലെങ്ങാനും കൊണ്ടുപോയി കത്തിച്ചു കളയാൻ വല്ല പ്ലാനും ഉണ്ടോ? ഹേയ് പാഗൽ ലഡ്കി, ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞതാ മേ മായാവതി നഹി ഹൂ. എന്നിട്ട് നീ എന്നെ തള്ളി. അതൊക്കെ ഞാൻ മറന്നുവെന്നാണോ നീ കരുതിയത്? കുച്ച് ബി നഹി ഭൂലേഗാ മേ. ഇന്നലെ നീ എന്നെ ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അടിച്ചെങ്കിൽ ഇന്ന് നിന്റെ കാരണത്ത് ഞാനും തല്ലിയിരിക്കും. ഓ അങ്ങനെയാണോ? എങ്കിൽ അതൊന്ന് കാണട്ടെ. മായാവതി ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് പണ്ട് മുതലേ കുരയ്ക്കാനേ അറിയുള്ളൂ, കടിക്കാൻ അറിയില്ല. കേട്ടിട്ടില്ലേ കുരയ്ക്കും പട്ടി കടിക്കാറില്ലെന്ന്? എടി തൂ. ഇത്രയും പറഞ്ഞ് മന്ദാകിനി ജാസ്മിനെ അടിക്കാനായി കൈ ഓങ്ങിയതും ജാസ്മിൻ മന്ദാകിനിയുടെ കൈ തടഞ്ഞു. നിർത്ത് മായാവതി നിങ്ങളുടെ അഭിനയം. നിങ്ങൾ എന്തിനാ എന്നെ തല്ലുന്നത്? നിങ്ങളുടെ ഉദ്ദേശം നടന്നില്ലേ? ഉദ്ദേശമോ? എന്തുദ്ദേശം? വീണ്ടും എൻ്റെ വല്യമ്മയെ ഓരോന്ന് പറയാനാണോ ദീദിയുടെ ശ്രമം? ഓ വർഷേ, നിനക്കിത് അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കരുതുന്നത് നീയും കൂടി അറിഞ്ഞിട്ടുള്ള നാടകമാണിതെന്നാ. നാടകമോ? ദീദി വേണ്ട, എൻ്റെ ഭാര്യയെ ഇനി ആരും ഒന്നും പറയണ്ട. മാത്രമല്ല മന്ദാകിനി ആൻറ്റിക്ക് എന്ത് ലക്ഷ്യമുണ്ടെന്നാ ദീദി പറഞ്ഞു വരുന്നത്? ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വർഷയും അഭിഷേകും ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കണം. അതാ മായാവതിയുടെ ലക്ഷ്യം. ദീദി വീണ്ടും എന്തിനാ ഇത് മായാവതി ആന്റിയാണെന്ന് പറയുന്നത്? ദീദി വീണ്ടും ദേശായി വീട്ടിലേക്ക് വന്നത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണോ? അഭിഷേക് ഇത്രയും ചോദിച്ചതും ഊർമിള പറഞ്ഞു. അഭിഷേക് നിർത്ത്. ജാസ്മിൻ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു കാരണവും ഉണ്ടാവും. നീ മനസ്സിലാക്ക്. അതെ അഭിഷേക്, ഇത് മായാവതിയാണ്, മന്ദാകിനിയല്ല. ഹേ ലഡ്കി, മിണ്ടാതിരിക്കും മായാവതി. മായാവതി എന്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങുന്നോ അതോ മര്യാദയ്ക്ക് സത്യം തുറന്നു പറയുന്നുവോ? ബേട്ടി ജാസ്മിൻ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? മേ മന്ദാകിനി ഹേ, മായാവതി നഹി. അപ്പോ നിങ്ങൾ സത്യം പറയില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ മന്ദാകിനിയുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. അടികൊണ്ട് കിറങ്ങിയ മന്ദാകിനി കരയാൻ തുടങ്ങി.